ഇഷാദി ഡോക്ടർ മുഹമ്മദ് അബു സൈദ് അൽ അമീർ മഹ്മൂദ് ഫ്രം ഈജിപ്റ്റ്. ബഹുമാനപ്പെട്ട ഷർമാൻ അലി അഹമ്മദ് MLA ഫ്രം ആസാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയരായ കേന്ദ്ര മുഷാവറംഗങ്ങളെ, SKSFിൻ്റെ ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസൽ ഹൈക്കോട്, ട്രഷറർ ഫക്രുദ്ദീൻ തങ്ങൾ, വേദിയിൽ ഉപേക്ഷായ സംസ്ഥയുടെയും പോഷക സംഘടനകളുടെയും അഭിമന്യരായ നേതാക്കളെ, SKSFിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംസ്ഥയുടെയും പോഷക സംഘടനകളുടെയും ഓരോ പ്രവർത്തനങ്ങളിലും എന്നും താങ്ങും തണലുമായി നിലകൊള്ളുന്ന പ്രവാസി പ്രതിനിധികളെ, SKSFിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ സംഘമായ വിഖായയുടെ സന്നദ്ധ സേവകരെ, ഉസ്താദുമാരെ, ഉമറാക്കളെ, സ്നേഹമുള്ള SKSFിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പോഷക സംഘടന SKSF രൂപം കൊണ്ട് 3.5 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. നമുക്കറിയാം, ഈ പ്രസ്ഥാനം വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യങ്ങൾ കേരളീയ മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തിന് സമർപ്പിക്കുകയും അത് ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും ഒക്കെ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി SKSF വളർന്നിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒന്നുവഴിയെന്ന് മഹാനായ ഷംസുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ വിശേഷിപ്പിച്ച ഈ പ്രസ്ഥാനം, അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ അംഗങ്ങളും ആ ഉത്തമ വിശേഷണം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശ പ്രചരണ രംഗത്തും അതുപോലെ തന്നെ സമസ്തയുടെ ഓരോ കർമ്മ പദ്ധതികളും താഴേക്കിടയിലും വിദ്യാർത്ഥി സമൂഹത്തിലും അതിന് വേരോട്ടമുണ്ടാക്കുന്നതിനും, അങ്ങനെ തീർച്ചയായിട്ടും 3.5 പതിറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധിക സൽക്കർമ്മങ്ങളിലും അതുപോലെ തന്നെ നിർമ്മാണാത്മകമായ സേവന പ്രവർത്തനങ്ങളിലും ഒഴുകിയ ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ SKSF ഒട്ടേറെ വിവിധ വിങ്ങുകൾ സമൂഹത്തിൻ്റെ ഓരോ നിഖില മേഖലകളിലും അതിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിനുമായി സ്ഥാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിഖായ സന്നദ്ധ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ആപൽ ഘട്ടങ്ങളിലും അപകടങ്ങളിലുമൊക്കെ അകപ്പെട്ടവരെ ഓടി വന്ന് അവരെ ഏറ്റെടുത്ത് സഹായിക്കുവാനും ചികിത്സ സാധ്യമാക്കുന്നതിനും അവരുടെ വീടുകൾ സംരക്ഷിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞ സിൽവർ ജൂബിലി മഹാസമ്മേളനം സമർഖന്ദിൽ ബഹുമാനപ്പെട്ട മുനമ്പള്ളി മുഹമ്മദ് ഫൈസിയുടെയും മറ്റു സഹഭാരവാഹികളുടെയും അതുപോലെ തന്നെ എല്ലാ കേരളത്തിലുടനീളമുള്ള ഉലമാക്കളും ഉമറാക്കളുടെയും ഒക്കെ അനുഗ്രഹാശിസുകൾ കൂടിയാണ് അത് സമൂഹത്തിന് സമർപ്പിച്ചത്. നമുക്കറിയാം, ട്രെൻഡിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ സഹചാരിയുടെ ചികിത്സാ സഹായങ്ങൾ, അതുപോലെ ദീനി ദഅവത്തിൻ്റെ മേഖലയിൽ ഇബാദത്തിൻ്റെ ഓരോ കർമ്മ പദ്ധതികളും കാഫിലകളിൽ കൂടി സമൂഹത്തിൽ അധാർമികതയിലും അരാജകത്തിലും അകപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ വെളിച്ചം പകർന്നു നൽകുവാനുള്ള അത്തരം ഓരോ ഘട്ടങ്ങളിലും ഓരോ രീതിയിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നമ്മുടെ ഈ പ്രവർത്തന രംഗത്ത് സാധ്യമാക്കുവാൻ ഇപ്പോൾ
മഹാനായ സയ്യിദുൽ ഉലമ എഡ്യൂക്കെയർ പദ്ധതിയും ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനും നമ്മുടെ നന്മകൾ ചോർന്നു പോകാത്ത രീതിയിൽ പരസ്പരം സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അടിയുറച്ച ആ വിദ്യാർത്ഥി പ്രസ്ഥാനമായി നിലകൊള്ളുവാൻ SKSF അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അവസരത്തിൽ എൻ്റെ പ്രസംഗം ദീർഘിക്കുന്നില്ല. നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ആ വലിയ ദൗത്യം കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ വിവിധ സ്ഥാപനങ്ങൾ ഇന്ന് കാശ്മീർ വരെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉയർന്നു നിൽക്കുമ്പോൾ അവിടുത്തെയും വിദ്യാർത്ഥികളെയും ഈ പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരത്തുവാനും ഇത് പരിചയപ്പെടുത്തുവാനും വേണ്ടി ഇവിടെ SKSFിൻ്റെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും ഉലമാക്കളുടെയും ഉംറാക്കളുടെയും ഒക്കെ ആ സമ്മതത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയ്ക്ക് വേണ്ടി 2024 ഒക്ടോബർ 5, 6 തീയതികളിൽ കൽക്കട്ടയിൽ വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. അല്ലാഹു ഏറ്റവും ഉന്നതമായ വിജയത്തിലെത്തിച്ചുകൊണ്ട് നമുക്ക് എന്നും സമുദായത്തിനും ദീനിനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉത്തമ അനുയായിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സംസ്ഥയുടെ അനുയായികളായി ദീനി രംഗത്ത് സർവമായി പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. നമുക്ക് ഈ മഹത്തായ നേതൃത്വവും ഇതുപോലെയുള്ള ഈ സംഘബോധവും നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരായ ഉലമാക്കളും മറാക്കൾ സദാത്തുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മരണപ്പെട്ടു പോയ റഷീദ് ഫൈസി വെള്ളായിക്കോടിൻ്റെ പിതാവിനും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാമേവിയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. الآن